ഓക്കെ. അപ്പോൾ റെസിഡന്റ് ഈവിൾ റിക്വയം എനിക്ക് ഈ ഗെയിം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗെയിമിൽ ഒരു പർട്ടിക്കുലർ പാർട്ട് ഉണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു പാർട്ടാണ് റൂം നമ്പർ 201. അതിനെക്കുറിച്ച് പറയാം. നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഗ്രേസ് ആഷ്ക്രോഫ്റ്റ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. ആൾക്ക് ബോധം വരുമ്പോൾ ആൾ ഒരു കെയർ സെൻറ്ററിലാണ്, ഒരു ഷെയ്ഡി കെയർ സെൻറ്റർ ഫെസിലിറ്റിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളതാണ് ഈ ഒരു ലെവലിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്കൊരു ഗേറ്റ് ഓപ്പൺ ചെയ്താലേ പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു മിസ്സിംഗ് ഫ്യൂസ് ഉണ്ട്. ആ ഒരു മിസ്സിംഗ് ഫ്യൂസ് എടുത്തിട്ട് അവിടെ കൊണ്ടുവന്നിട്ടാൽ മാത്രമേ ആ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഫ്യൂസ് കണ്ടുപിടിക്കുക, അവിടെ നിന്ന് ഗേറ്റ് തുറന്ന് ഓടുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷെ ആരും പേടിക്കേണ്ട, ഗ്രേസ് അവിടെ ഒറ്റക്കല്ല. ഗ്രേസിൻ്റെ കൂടെ വേറൊരാൾ കൂടെ ഉണ്ട്. അത് നമുക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ ഈ ഫ്യൂസ് തപ്പി നടക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കും. പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ റൂമുകളിലും ഇരുട്ടാണ്. പിന്നെ റൂഫിൽ പല പല ഭാഗങ്ങളിലായിട്ട് എന്തോ തുറന്ന് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. എന്നിട്ട് ഫ്യൂസ് എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കും. പക്ഷേ ആ ഫ്യൂസ് ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ്. ആ ബോക്സ് തുറക്കണമെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വേണം. സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ കിച്ചണിലാണ്. കിച്ചണിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇരുട്ടാണ്. എന്നിട്ട് സ്ക്രൂ ഡ്രൈവറും തപ്പി നമ്മളിങ്ങനെ നടക്കുമ്പോഴേക്കും ഒരു ചിൽഡ്രൻസ് ബുക്ക് കാണും. ആ ചിൽഡ്രൻസ് ബുക്ക് തുറന്ന് നോക്കിയാൽ അതിൽ ഒരു ഷാഡോ ഗോസ്റ്റിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കാണാം. ആ ബുക്കിൽ പറയുന്നത് ഇതാണ്: ഹാവ് യു സീൻ ദ ഷാഡോ ഗോസ്റ്റ് ഹൈഡിങ് ഇൻ ദ ഡാർക്ക്? ഹാവ് യു സീൻ ദ ഷാഡോ ഗോസ്റ്റ് സ്റ്റേയിങ് ഫ്രം ദ ലൈറ്റ്? ഹാവ് യു സീൻ ദ ഷാഡോ ഗോസ്റ്റ് ബിക്കോസ് ഷീസ് ബീൻ വാച്ചിങ് യു? സ്റ്റേ ഇൻ ദ ലൈറ്റ്. അതാണ് ആ ബുക്കിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം പിടികിട്ടും, ഓക്കെ, ഇവിടെ സേഫ് അല്ല എന്നുള്ളൊരു കാര്യം പിടികിട്ടും. ഈ സ്ക്രൂ ഡ്രൈവറും തപ്പി കിച്ചണിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പല കാഴ്ചകളും കാണും. ഒരു ഡെഡ് ബോഡിയും കാണും. ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ ആ ബുക്കിൽ പറഞ്ഞ ഷാഡോ ഗോസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിനെ കാണും. അപ്പോൾ ഇത്രയും നേരം ഗെയിം നമുക്ക് ഇൻഡയറക്ട്ലി കുറേ ഇൻഫർമേഷൻ ഫീഡ് ചെയ്ത് തരുന്നതായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. ഓക്കെ, ഈ ബുക്ക് ഇതിനെക്കുറിച്ചായിരുന്നു. പിന്നെന്താ, ഈ മേളിൽ കണ്ടിരുന്ന റൂഫിൽ ഇതേപോലെ പൊളിച്ച് വെച്ചേക്കുന്നത്, ഇത് ഈ സാധനത്തിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ എന്താ, നമുക്ക് ഇനി സർവൈവ് ചെയ്യണമെങ്കിൽ അത്യാവശ്യമുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റേ ഇൻ ദ ലൈറ്റ്, അതാണ് നമ്മളെ ഗെയിം നമുക്ക് ഇൻഡയറക്ട്ലി ഫീഡ് ചെയ്ത് തന്ന ഇൻഫർമേഷൻ. അതായത് ഗെയിം കളിക്കുന്ന ആളുടെ ക്യൂരിയോസിറ്റിയെ റിവാർഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ലെവൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ തപ്പി നേരെ കിച്ചണിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഷാഡോ ഗോസ്റ്റിനെ കുറിച്ചുള്ള ബുക്കും കാര്യങ്ങളൊന്നും നിങ്ങൾ കാണില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു എൻകൗണ്ടർ വരുമ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഈ ബുക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു എൻകൗണ്ടർ വരുമ്പോൾ പെട്ടെന്ന് ആലോചിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഈ ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു സ്റ്റേ ഇൻ ദ ലൈറ്റ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എവിടെയാണോ, ഏത് റൂമിലാണോ വെട്ടമുള്ളത് ആ റൂമിലേക്ക് ഓടുക. ദിസ് ഇസ് വാട്ട് ഐ ലൈക്ക് ദ മോസ്റ്റ് അബൌട്ട് റെസിഡന്റ് ഈവിൾ ഗെയിംസ്. നമുക്ക് വളരെ ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു സർവൈവൽ എക്സ്പീരിയൻസ് ഈ ഗെയിം തരും. ഇതേപോലെ സ്പൂൺ ഫീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്നു, എത്രത്തോളം ക്യൂരിയസ് ആണ്, അത്രത്തോളം ഈ ഗെയിം നമ്മളെ റിവാർഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനിയാണ് ഈ ലെവലിലെ ഏറ്റവും ഫൺ പാർട്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം ലൈറ്റുള്ള സ്ഥലത്ത് മാത്രമേ സേഫ് ആയിട്ടുള്ളൂ. ഇരുട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സാധനം എവിടെയെങ്കിലൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മളുടെ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഉള്ളത് കിച്ചണിലാണെങ്കിൽ ഫുള്ള് ഡാർക്കാണ്. പക്ഷേ നമുക്ക് വേറെ വഴിയില്ല, കിച്ചണിലേക്ക് തന്നെ പോകണം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ പെട്ടെന്നൊരു എൻകൗണ്ടർ ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യും? ഈ റൂഫിൽ തുറന്ന് പല പല ഭാഗങ്ങളിലായിട്ട് തുറന്ന് വെച്ചേക്കുന്നത് ഈ ഷാഡോ ഗോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് കയറാനും ഇറങ്ങാനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാൻ ഗെയിം നമ്മളെ ഫോഴ്സ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ തപ്പിയെടുക്കും. അതുകൊണ്ടിട്ട് ഫ്യൂസ് ബോക്സ് തുറക്കും, ഫ്യൂസ് എടുക്കും, എന്നിട്ട് പോയി ഗേറ്റ് തുറക്കുക, ഓടുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഏത് റൂമിലാണോ ലൈറ്റ് ഉണ്ടായിരുന്നത് ആ റൂമിലെ ലൈറ്റ് പോകും. അപ്പോൾ നമ്മുടെ നെഞ്ചടിക്കാൻ തുടങ്ങും. കാരണം ഇനി നോ വേർ ഇസ് സേഫ്. എന്നിട്ടുള്ള ഈ ഒരു ഓട്ടപ്പാച്ചിലാണ് ഈ ഒരു ലെവലിനെ ഇത്രയധികം കിടിലനാക്കുന്നത്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ലെവൽ ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിൽ ഇതേ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക. പിന്നെ അതുപോലെ തന്നെ ഇതൊരു പുതിയ ചാനലാണ്. അപ്പോൾ ഗെയിമിംഗ് റിലേറ്റഡ് കോണ്ടൻറ്റ്സ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഇനിയും ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പല കോണ്ടൻറ്റ്സ് ഇടുന്നതായിരിക്കും. പ്രത്യേകിച്ച് GTA 6 ഒക്കെ ഇറങ്ങുമ്പോഴേക്കും ഞാൻ പ്രീ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗെയിം പ്ലേയും അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.